വൈപ്പിൻ V15 അവതരിപ്പിക്കുന്ന ഒറ്റക്കണ്ണൻ. രചന മുരളി പുതുവൈ. ശബ്ദം വിനോദ് നായരമ്പലം, കിഷോർ മൗര്യ, ഭരതൻ. പശ്ചാത്തല സംഗീതം പ്രതാപൻ വാച്ചാക്കൽ V50. ആലാപനം ശശിധരൻ നായരമ്പലം V50. സ്റ്റുഡിയോ CSDB തൃക്കാക്കര കൊച്ചി. സൗണ്ട് എഞ്ചിനീയർ ബാലമുരളി, CSDB ഓഡിയോ സ്റ്റേഷൻ തൃക്കാക്കര കൊച്ചി. സംവിധാനം സനൽകുമാർ പുഞ്ചേപ്പാലം നായിരമ്പലം. അതാ ഒറ്റക്കണ്ണൻ പോകുന്നു. ഒറ്റക്കണ്ണൻ അവനെ കണി കണ്ടാൽ അന്നത്തെ ദിവസം വെറുതെ ആവും. അപ്പ ശകുനം ദയവായി കല്ലെറിയരുത്. ഞാൻ നിങ്ങളെ പോലൊരു മനുഷ്യനല്ലേ. നീ മനുഷ്യനോ? ഒറ്റക്കണ്ണൻ തെണ്ടി. ഞാൻ ഒറ്റക്കണ്ണനായത് എന്റെ കുറ്റമാണോ? എനിക്ക് ഇവിടെ ജീവിക്കണ്ടേ? നീ ഇവിടെ മാന്യന്മാർ ജീവിക്കുന്ന ഈ സ്ഥലത്ത് ജീവിക്കണ്ട. മറ്റെവിടെയെങ്കിലും പോയി ജീവിച്ചോ. അവനും അവന്റെ ഒരു പാട്ടും. ആകെ അറിയാവുന്നൊരു തൊഴിലാണ് പാട്ട്. പാട്ടുപാടി കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് എന്റെ ജീവിതമാർഗം. പാട്ട് എന്റെ ജീവൻ, ജീവിതവുമാണ്. ജനിച്ചുപോയി മനുഷ്യനായി ഞാൻ, ജനിച്ചുപോയി. എനിക്കുമിവിടെ ജീവിക്കണം, മരിക്കോളം ഒരു നാൾ മരിക്കോളം. ജനിച്ചുപോയി മനുഷ്യനായി ഞാൻ, ജനിച്ചുപോയി. എനിക്കുമിവിടെ ജീവിക്കണം, മരിക്കുവോളം ഒരു നാൾ മരിക്കുവോളം. ജനിച്ചുപോയി മനുഷ്യനായി ഞാൻ, ജനിച്ചുപോയി. എന്തി പാട്ട് നിർത്തിയത്? താൻ ആകെ പരവശനാണല്ലോ. എന്താ ഈ കാണുന്ന ചോരപ്പാടുകൾ? കാല് തെറ്റി റോഡിൽ വീണ്ടതാണോ? ഞങ്ങളെ പോലുള്ള അംഗപരിമിതർക്ക് ഇടയ്ക്കിടെ നാട്ടുകാർ തരുന്ന സമ്മാനങ്ങളാണോ കണി കാണാൻ പോലും കൊള്ളാത്ത ജന്മങ്ങളല്ലേ ഞങ്ങൾ. ഈ നാട്ടുകാർക്കൊക്കെ എന്തു പറ്റി? സമൂഹ മനസാക്ഷി മരവിച്ചു പോയോ? കാശിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാ കാലത്ത് ഹാർമോണിയമായി ഇറങ്ങിയത്. അതിപ്പോ ഇങ്ങനെയുമായി. എനിക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെ. തന്നോട് കുറച്ചെങ്കിലും വാടക കുടിശ്ശിക തരാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഒന്ന് കയറിയതാ. വാടക കുടിശ്ശിക ഞാൻ തന്നു തീർക്കും. ആർക്കൊരു ബാധ്യതയും ബാക്കി വെക്കില്ല. ഈ ഹാർമോണിയവും എന്റെ തൊണ്ടയും ചേർന്ന് സ്വരമാതിരി ചൊരിയുമ്പോൾ നാണയത്തുട്ടുകൾ കൊണ്ട് ഈ കൈവെള്ളം നിറയും. തന്റെ കൈവെള്ളയിൽ ഇപ്പോൾ ആകെ കുറച്ച് നാണയങ്ങളല്ലേ ഉള്ളൂ. അതിൽ പലതും പഴകി ദ്രവിച്ച നാണയങ്ങളാണല്ലോ. അതെ, ആരുമെടുക്കാത്ത നാണയങ്ങൾ. എന്റെ ജീവിതം പോലെ. ഓരോ ദിവസം കഴിയുന്തോറും വാസുദേവന്റെ സമ്പാദ്യം കുറഞ്ഞു വരികയാണ്. ശരിയാണ്. എന്നും ഒരേ യാത്രക്കാർ, ഒരേ മുഖങ്ങൾ.
ഞാൻ അവരുടെ മുമ്പിൽ പതിവായി പാടുന്നതും ഒരേ പാട്ടാണ്, പഴയ പാട്ടുകൾ. ആവർത്തന വിരസത. അത് പാട്ടായാലും ജീവിതമായാലും അസഹ്യം തന്നെയാണ്. അതുകൊണ്ട് ഈ പഴയ പാട്ടുകൾ നിർത്തി പുതിയ പാട്ടുകൾ പാടാൻ നോക്ക്. ആളുകളുടെ വിരസത മാറ്റാനും അതുവഴി എന്റെ ജീവിതമാർഗം കണ്ടെത്താനുമാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുതിയ പാട്ടുകൾ പാടാൻ. തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ TV ഉണ്ടല്ലോ, അതിലെ പുതിയ പാട്ടുകൾ കേട്ട് പഠിച്ചെടുക്കാനുള്ള കഴിവ് വാസുദേവനുണ്ട്. ഒന്നുമില്ലെങ്കിലും സംഗീത കോളേജിൽ കുറെ കാലം സംഗീതം പഠിച്ചതല്ലേ. എന്താ ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയല്ലേ? രാജശേഖരൻ പറഞ്ഞതാണ് ശരി. പാലക്കാട് സംഗീത കോളേജിൽ ഞാൻ സംഗീതം പഠിക്കാൻ പോയി. പക്ഷേ പാതി വഴിയിൽ നിർത്തിയ എന്റെ സംഗീത പഠനം അപ്രതീക്ഷിതമായി ഉണ്ടായ എന്റെ അച്ഛന്റെ മരണം കുടുംബത്തിന്റെ എല്ലാ ബാധ്യതകളും പിന്നീട് എന്റെ ചുമലിലായി. പഴകിയ ഈ ഹാർമോണിയത്തിൽ കൈവിരലുകൾ ഓടിക്കുമ്പോൾ ഞാൻ എന്റെ എല്ലാ ദുഃഖങ്ങളും മറക്കുന്നു. കഷ്ടം. സഹതാപമാണോ? സഹതപിച്ചിട്ടെന്ത് കാര്യം? സഹായം ചെയ്യാൻ എനിക്കാവില്ലല്ലോ. ആര് പറഞ്ഞു? രാജശേഖരൻ എനിക്കേറെ സഹായം ചെയ്യുന്നുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള വാടക ഇനത്തിൽ രാജശേഖരന് കുറെ കാശിന് തരാനുമുണ്ട്. എങ്കിലും ഈ വീടിന്റെ ഉടമയായ രാജശേഖരൻ എന്നെയും എന്റെ മകനെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നില്ലല്ലോ. അതെന്റെ മനസാക്ഷി. നമ്മൾ തമ്മിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ. എത്രയോ വർഷമായുള്ള ആത്മബന്ധമാണ് നാം തമ്മിലുള്ളത്. ഒറ്റക്കണ്ണൻ എന്ന് പറഞ്ഞ് ആളുകൾ പരിഹസിക്കുമ്പോഴും ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ മകന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രെയിനിൽ പാട്ടുപാടി ജീവിക്കുന്ന ഞാൻ ഒരു വാടക വീടെടുത്ത് താമസിക്കുന്നത്. എന്റെ മകനെ പഠിപ്പിച്ച് വലിയവനാക്കണം, അതാണ് എന്റെ ലക്ഷ്യം. എന്റെ എല്ലാമായ മകൻ. വാസുദേവൻ മകനെ കുറിച്ച് പറയുമ്പോൾ വാസുദേവന്റെ തോളിൽ കിടന്ന് കരയുന്ന ഒരു കുഞ്ഞിന്റെ കരച്ചിലാണ് എന്റെ മനസ്സിൽ ഓടിയെത്തുന്നത്. കറുത്ത കാളരാത്രിയിൽ ഏതോ കാപാലികന്മാർ എന്റെ ഭാര്യയെ വേണ്ട, അതൊന്നും എനിക്ക് ഓർക്കേണ്ട. പിന്നെ എനിക്കൊരു വാശിയായിരുന്നു, എന്റെ മകനെ ഈ തെരുവിന്റെ പുത്രനായി വളർത്താതെ നല്ലൊരു മനുഷ്യനായി വളർത്തണം. വാസുദേവ. അതേടോ, എന്റെ സംഗീതത്തെ ആരാധിച്ച എന്റെ ഭാര്യ കാവേരി, അന്ധയായ അവളെ ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും അതിനെ എതിർത്തു. പക്ഷേ ആ എതിർപ്പുകളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞാൻ അവളെ വിവാഹം കഴിച്ചു. നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ അഭയം തേടി. പക്ഷേ ഇവിടെ എന്റെ ഭാര്യയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും എന്നെ വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിച്ചത് എന്റെ മകനെ കുറിച്ചുള്ള സ്വപ്നങ്ങളാണ്. താൻ സ്വപ്നവും കണ്ടിരുന്നു? എവിടെ നിന്നെങ്കിലും കുറച്ച് പണം കിട്ടുമോ എന്ന് നോക്കട്ടെ. തന്റെ കട ഞാൻ വിട്ടു. ഇത് കണ്ടോ? ശോഷിച്ച ഈ കൈവിരലുകളിൽ സംഗീതം തപസിരിക്കുന്നു. ഈ കൈവിരലുകളുടെ മാന്ത്രിക സ്പർശനത്തിൽ ഞാൻ ഈ ഹാർമോണിയത്തിൽ എന്റെ ജീവരാഗം പാടും. നാണയത്തൊട്ടുകൾ എന്റെ കാൽക്കീഴിൽ ചിതറി വീഴും.
ഹലോ മീര, ഗുഡ് മോർണിംഗ്. നോ ഞാൻ എന്റെ ഫ്ലാറ്റിലാണ്. എന്ത്? എന്റെ ഫ്ലാറ്റിലേക്ക് നീ വരുന്നോ? അയ്യോ, അത് വേണ്ട. നമ്മുടെ മാരേജിന് മുമ്പുള്ള ഫ്ലാറ്റിലേക്കുള്ള മീരയുടെ വരവ് എന്റെ ഡാഡിക്ക് ഇഷ്ടമാകില്ല. എത്ര പ്രാവശ്യം അത് നിന്നോട് പറയണം? അറിയില്ലേ, എന്റെ ഡാഡിക്ക് ബിസിനസ് ആണ്. ഡെയിലി കൈ നിറയെ പണം കിട്ടുന്ന വൻ ബിസിനസ്. എന്ത് കാര്യം? വിവാഹക്കാര്യമോ? ഓക്കെ. ജോലി കമ്പനിയിൽ ശരിയാക്കിയിട്ടുണ്ടെന്നു. 2 ലക്ഷം കൊടുക്കേണ്ടി വരുമെന്നോ? അമേരിക്കയിലല്ലേ? 2 അല്ല 10 ലക്ഷം വേണമെങ്കിൽ കൊടുക്കാമല്ലോ. എത്ര ബിസിനസ്സുകാരനായാലും ഫണ്ടിന്റെ പ്രോബ്ലം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. മീരയെ കളിപ്പിക്കുകയില്ല. ഇപ്രാവശ്യം ആരെ കൊന്നാണെങ്കിലും പണം തന്നിരിക്കും. മീര, നീ എന്റെ ഫ്ലാറ്റിലേക്ക് വന്നാൽ എന്റെ കാര്യം ഫ്ലാറ്റാകും. ഓക്കെ. 2 ലക്ഷം രൂപ അവർക്ക് വെറും നിസാരം. എനിക്കോ പണമുള്ള വീട്ടിലെ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കണം. ഈശ്വരാ രക്ഷതു. നീ രക്ഷിക്കാൻ പറയേണ്ടത് ഈശ്വരനോടല്ല, നിന്റെ സ്വന്തം അച്ഛനോടാണ്. ട്രെയിനിൽ പാട്ടുപാടി കിട്ടുന്ന തുച്ഛമായ തുക കരുതലോടെ കരുതി വെച്ചത് കൊണ്ടാണ് നിന്നെ ഇത്രയും പഠിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞത്. നിന്നെ പഠിപ്പിക്കുമ്പോൾ വാസുദേവൻ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഒരിക്കലും നീ വാസുദേവനെ പോലെ ആകരുതെന്ന്. അതെന്തായാലും നല്ല ചിന്തയാണ്. ഒരിക്കലും ഞാൻ എന്റെ അച്ഛനെ പോലെ ആകരുതെന്ന്. മുഷിഞ്ഞ വസ്ത്രവുമായി വികൃതമായ മുഖമുള്ള ഒറ്റ കണ്ണൻ. എടാ, നിന്റെ മുഖത്ത് നോക്കി ഞാൻ അടിക്കാത്തത് നിന്നെ പേടിച്ചിട്ടല്ല, നിന്നോടുള്ള സഹതാപം കൊണ്ട് മാത്രമാണ്. എനിക്കാരുടെയും സഹതാപവും ആവശ്യമില്ല. എനിക്കാരുടെയും സഹായവും വേണ്ട. എല്ലാ മാസവും ആദ്യത്തെ ആഴ്ചയിൽ കൃത്യമായി വീട്ടുവാടക തരാറുള്ള നിന്റെ അച്ഛൻ കഴിഞ്ഞ 6 മാസമായി വീട്ടുവാടക തന്നിട്ടില്ല. അതെന്താണെന്ന് നിനക്കറിയാമോ? എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്ക് അതിനുള്ള സമയവുമില്ല. എനിക്ക് വേറെ പണിയുണ്ട്. നീ നിന്റെ പണിക്ക് പോയാൽ ഞാൻ എന്റെ പണി ചെയ്യേണ്ടി വരും. സംശയിക്കേണ്ട. കഴിഞ്ഞ 6 മാസത്തെ വീട്ടുവാടക കുടിശ്ശികയുള്ള നിന്നെയും നിന്റെ അച്ഛനെയും എന്റെ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയേണ്ടി വരും. നീ എന്താണ് ഞെട്ടിയത്? ഹേയ്, ഒന്നുമില്ല. അല്പം മുമ്പ് ഫോണിലൂടെ നീ നിന്റെ കാമുകിയോട് പറയുന്നത് കേട്ടല്ലോ. നീ നിന്റെ ഫ്ലാറ്റിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന്. ഏതാടാ നിന്റെ ഫ്ലാറ്റ്? എന്റെ ഔദാര്യത്തിൽ മാത്രം കഴിയുന്ന പൊട്ടിപ്പൊളിഞ്ഞ ഈ വാടക വീടാണോ നിന്റെ ഫ്ലാറ്റ്? എന്നെ ഇൻസൾട്ട് ചെയ്യാനാണോ അങ്കിളുടെ ഉദ്ദേശം? ഒരിക്കലുമില്ല. നീ വളർന്നു വരുന്ന പുതിയ കാലത്തിന്റെ സൃഷ്ടിയാണ്. നിന്റെ ചിന്തകളും സ്വപ്നങ്ങളും ഈ ലോകത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും എനിക്കറിയാം. ഇതുപോലുള്ള മൊബൈൽ ഫോണിലൂടെ രൂപപ്പെടുന്ന അപകടകരമായ ബന്ധങ്ങളും അതിലേറെ മാരകമായ മരണക്കളികളും നിന്നെപ്പോലുള്ള പുതിയ തലമുറകളെ വഴിതെറ്റിക്കുന്നത് നിത്യസംഭവങ്ങളാണ്. പ്രേമിക്കുന്ന പെൺകുട്ടി പ്രേമത്തിൽ നിന്നും പിന്തിരിഞ്ഞാൽ അവളെ അതിദാരുണമായി കൊലപ്പെടുത്തുക, പ്രേമത്തിന്റെ പേരിൽ വലയിലാക്കി പീഡിപ്പിക്കുക, ഇതൊക്കെയാണല്ലോ ഇന്നത്തെ സെൻസേഷൻ വാർത്തകൾ. ഞാൻ അത്രക്കാരനല്ല. നിന്റെ കയ്യിലെ മുറത്തിന്റെ വലിപ്പമുള്ള ഈ മൊബൈൽ ഫോൺ നോക്കി ഇത് ന്യൂ ജനറേഷൻ കാലമാണ് എന്ന് ഊറ്റം കൊള്ളുന്ന ആനന്ദ്, നീ അറിയുന്നുണ്ടോ നിന്റെ അച്ഛൻ കഴിഞ്ഞ 6 മാസമായി വീട്ടുവാടക തരാത്തതെന്താണെന്ന്? നീ ആവശ്യപ്പെട്ടത് പ്രകാരം ഇത്രയേറെ വില കൂടിയ മൊബൈൽ ഫോൺ നിനക്ക് വാങ്ങിത്തരാൻ വേണ്ടി എന്റെ കയ്യിൽ നിന്ന് നിന്റെ അച്ഛൻ മുൻകൂറായി പണം കടം വാങ്ങിയത് കൊണ്ട് മാത്രമാണ് വീട്ടുവാടക നിന്റെ അച്ഛന് തരാൻ കഴിയാതെ പോയത്. ഞാനൊരു വലിയ വീട്ടിലെ പെൺകുട്ടിയെ സ്നേഹിക്കുന്നു.
എന്റെ ജീവിത ഹിസ്റ്ററി അറിയാതെയാണ് അവൾ എന്നെ സ്നേഹിച്ചത്. ഞാനൊരു കോടീശ്വരന്റെ മകനാണെന്ന് അവളും വിശ്വസിക്കുന്നു. ഈ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള പൊട്ടിപ്പൊളിഞ്ഞ വാടക വീട് നീ ഫ്ലാറ്റാക്കി മാറ്റി. പഴയ ഒരു ഹാർമോണിയവുമായി തീവണ്ടികൾ തോറും പാട്ടുപാടി ഭിക്ഷയാചിക്കുന്ന നിന്റെ അച്ഛനെ നീ കോടീശ്വരനായ ബിസിനസ്സുകാരനാക്കി മാറ്റി. എടാ, പ്രേമിക്കുന്ന പെണ്ണിനോട് പോലും നീ വിശ്വാസവഞ്ചന കാണിച്ചല്ലോ. അങ്കിൾ, ഞങ്ങൾ തമ്മിൽ വളരെ ആത്മാർത്ഥമായ ലവാണ്. അവിടെ ഒരു കസിൻ അമേരിക്കയിലുണ്ട്. 2 ലക്ഷം രൂപ കൊടുത്താൽ എനിക്ക് അവിടെ ഒരു ജോലി കിട്ടും. എനിക്ക് ജോലി കിട്ടിയാൽ ഞങ്ങളുടെ മാരേജ്. പറയാനെന്ത് സുഖം. 2 ലക്ഷം രൂപ, ജോലി, പിന്നെ വിവാഹം, അത് കഴിഞ്ഞു മധുവിധു. എന്താണ് അവളുടെ പേര്? മീര. മരണമെന്നല്ലോ. അതാ നിന്റെ ബിസിനസ്സുകാരനായ ഡാഡി വരുന്നുണ്ട്. പണം വാസുദേവനോട് നേരിട്ട് ചോദിക്കും. ഈ പഴയ ഹാർമോണിയം തൂക്കി ട്രെയിനിൽ പാട്ടുപാടി യാചിക്കുന്ന പരിപാടി ഇനി അവസാനിപ്പിക്കണം. ഇപ്പോൾ നിനക്കിത് തോന്നാൻ കാരണം? എനിക്ക് ഈ സമൂഹത്തിൽ മാന്യമായി ജീവിക്കണം. ആനന്ദ്, ഇന്നു മുതലാണ് നിനക്ക് ഈ മാന്യത കിട്ടിയത്. അങ്കിൾ, ഈ കാര്യത്തിൽ അങ്കിൾ ഇടപെടണ്ട. ഇത് ഞാനും എന്റെ അച്ഛനും തമ്മിലുള്ള വിഷയമാണ്. നീ ആരോടാണ് സംസാരിക്കുമെന്ന് അറിയാമോ? അറിയാം. എന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ അച്ഛനും മകനും തമ്മിൽ ഒരു തർക്കം വേണ്ട. ഞാൻ ഒഴിവായേക്കാം. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. എന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അച്ഛൻ കഷ്ടപ്പെടുന്നതെങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താണ്? എനിക്ക് വളരെ അത്യാവശ്യമായി 2 ലക്ഷം രൂപ വേണം. 2 ലക്ഷം രൂപയോ? അതെ, 2 ലക്ഷം രൂപ. ഓൺലി 2 lakh rupees. നിനക്ക് എന്തിനാണ് 2 ലക്ഷം രൂപ? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, മീര. പക്ഷേ ഒരു ജോലി ഇല്ലാതെ എന്റെ വിവാഹം നടക്കില്ല. മീരയുടെ ഒരു കസിൻ വഴി അമേരിക്കയിൽ എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. അതിന് 2 ലക്ഷം രൂപ അത്യാവശ്യമായി വേണം. നീ നടക്കുന്ന കാര്യം വല്ലതുണ്ടെങ്കിൽ പറ. ഇത് നടന്നേ പറ്റൂ. എനിക്ക് ഉടനെ 2 ലക്ഷം രൂപ വേണം. അത് ആരെ കൊന്നാലും എനിക്ക് കിട്ടിയതില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കയ്യിൽ കാശില്ല. ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്. എനിക്ക് 2 ലക്ഷം രൂപ വേണം. എന്റെ കയ്യിൽ കാശില്ല. കാശുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചെണ്ടി കിട്ടിയ പണമെല്ലാം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒറ്റ കാണാൻ. ഓരോ തീവണ്ടിയിലും പാട്ടുപാടി ഞാൻ ജീവിക്കുമ്പോൾ എല്ലാവരുടെ മുഖത്ത് എന്നോട് സഹതാപമായിരുന്നു, കാരുണ്യത്തിന്റെ കടലിരമ്പമായിരുന്നു. കൈനീട്ടി നിൽക്കുന്ന എന്റെ മുന്നിലേക്ക് സഹതാപത്തിന്റെ നാണയത്തുട്ടയിൽ എറിയാൻ മടിച്ചവർ എന്നെ ഒറ്റക്കണ്ണത്തെ എന്റെ വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ പോലും എനിക്കിത്തിരി വേദനിച്ചിട്ടില്ല. പക്ഷേ ജന്മം നൽകിയ എന്റെ മകന്റെ നാവിൽ നിന്ന് ഞാനിത് കേട്ടപ്പോൾ എന്താ ശരിയല്ലേ? എന്റെ ജീവിത മുന്നേറ്റത്തിന് തടസ്സം നിൽക്കുന്ന നിങ്ങൾ എന്റെ അച്ഛനാണോ എന്ന് പോലും ഞാനിപ്പോൾ സംശയിക്കുന്നു. മോനെ, കരുണയുടെ ഒരു തുള്ളി വെളിച്ചം പോലും നിന്റെ മനസ്സിലില്ലേ? നന്മയുടെ ഉറവ പറ്റിയവനെ പോലെ നീ അച്ഛനോട് സംസാരിച്ചാൽ അച്ഛനത് താങ്ങാനുള്ള കരുത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ് അന്ധയായി നിന്റെ അമ്മയെ സഹതാപത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ ഞാൻ എന്റെ ജീവിതത്തോട് ചേർക്കുകയായിരുന്നു. പിന്നീട് അവൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോഴും നീതിയും നിയമവും കൊലപാതകൾക്ക് അനുകൂലമായപ്പോഴും ഈ അച്ഛൻ തളർന്നില്ല. കരുത്തോട് പിടിച്ചു നിന്നു, കാലത്തോട് പടപൊരുതി. എന്തിനെന്നോ? നിന്നെ വളർത്തി വലിയവനാക്കാൻ. പക്ഷേ ഒരു പശയുമില്ല. എനിക്ക് പണമാണ് ആവശ്യം. 2 ലക്ഷം രൂപ. തന്നെ കൊന്നാലും ഞാനത് സ്വന്തമാക്കും. തെണ്ടി കിട്ടിയ സമ്പാദ്യങ്ങളെല്ലാം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പറയണോ? പറയണോ? എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. പണത്തിന്റെ കാര്യം ഞാനും ഡാഡിയുമായി ഡിസ്കസ് ചെയ്യുകയാണ്. വാസുദേവൻ എന്ത് പറ്റി?
എന്റെ മകന്റെ സമ്മാനം. അവൻ വാസുദേവനെ തല്ലിയല്ലേ? കൊല്ലാൻ ഒരുങ്ങിയതാണ്, പക്ഷേ ജീവപര്യന്തമായിരുന്നു വിധി. കാരണം 2 ലക്ഷം രൂപ അവന് വേണം. അതെന്നെ കൊന്നിട്ടാണെങ്കിൽ പോലും. വാസുദേവ, അവൻ പുതിയൊരു പേരും എനിക്ക് സമ്മാനിച്ചു, ഒറ്റക്കണ്ണൻ തെണ്ടി. ദൈവമേ, വാസുദേവ, എന്റെ പൊന്നു വാസുദേവ, കരയിലെ വാസുദേവ, ദൈവമേ, എനിക്കിത് കണ്ടു നിൽക്കാനാവില്ലല്ലോ. വാസുദേവ, കരയിലെ വാസുദേവ. സ്നേഹത്തിന്റെ മെഴുകുതിരി നാളങ്ങൾ ഓരോന്നായി ഉരുകി തീരുകയാണോ. കരുണയുടെ പച്ചപ്പും അകലങ്ങളിൽ ഓടി മറയുകയാണോ. മരുഭൂമിയായി മാറുന്ന മനുഷ്യ മനസ്സുകളിൽ സ്നേഹം, കാരുണ്യം, സഹതാപം അതെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കിടുകാലമാണ്. എന്റെ മകനും അതിലൊരാളായി മാറി. ഒറ്റക്കണ്ണൻ തെണ്ടി. ഒറ്റക്കണ്ണനെന്ന് തന്നെ വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ പഴയതെല്ലാം അവനോട് തുറന്നു പറയാമായിരുന്നില്ലേ? എന്തിന്? അവന്റെ ഭൂതകാലം അത് രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. കാരണം ശോഭനമായ ഭാവിയാണ് അവന്റെ മുന്നിലുള്ള പ്രശ്നം. അടുത്ത ട്രെയിൻ വരാൻ സമയമായി. അതോടൊപ്പം എന്റെ അവസാനത്തെ പാട്ട് പാടാനും സമയമായി. അതിനു മുമ്പ് താൻ ഇത്രയും കാലം മനസ്സിൽ സൂക്ഷിച്ച ആ സത്യം രാജശേഖരൻ എന്നോട് പറയണം. എനിക്കത് കേൾക്കണം. വാസുദേവ, ഇടിവെട്ടി മഴ പെയ്യുന്ന ആ കറുത്ത കാളരാത്രിയിൽ ആരൊക്കെ ചേർന്നാണ് അന്ധയായി എന്റെ ഭാര്യയെ കൊന്നത്? എടോ, അത് പിന്നെ ഛെ, അന്ധയായ എന്റെ ഭാര്യ കാവ്യയിൽ കണ്ണില്ലാത്ത അവൾക്ക് ഞാൻ വെളിച്ചമായി. വീട്ടുകാരും ബന്ധുക്കളും എതിർത്തിട്ടും കാവ്യയെ ഞാൻ ഭാര്യയാക്കി. പക്ഷെ സൗന്ദര്യം അവളുടെ ജീവിതം നശിപ്പിച്ചു. ട്രെയിനിൽ പാട്ടുപാടാൻ പോയ വാസുദേവൻ ആ രാത്രി തിരിച്ചു വന്നില്ല. ആ സമയം റെയിൽവേ സ്റ്റേഷനിൽ തമ്പടിച്ചിരുന്ന ഒരു സംഘം കാപാലികന്മാർ വാസുദേവന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊന്നു. തൊട്ടടുത്ത് കിടന്നിരുന്ന കുഞ്ഞായിരുന്ന ആനന്ദിന്റെ കരച്ചിലിന് പോലും അവരെ പിന്തിരിപ്പിക്കാനായില്ല. ആരൊക്കെയായിരുന്നു ആ കാപാലികന്മാർ? അവർക്കുള്ള ശിക്ഷ ഞാൻ അന്നേ വിധിച്ചു. ആ രാത്രിയിൽ കാവേരിയുടെ കരച്ചിൽ കെട്ട് ഊർജിത്തിയ ഞാൻ 2 പേരുടെ കഥ അവിടെ വെച്ച് തന്നെ തീർത്തു. അവരുടെ ശവം ഞാൻ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിഞ്ഞു. ട്രെയിൻ കയറി മരിച്ചതാണെന്ന് പത്രം എഴുതി. 2 പേർ ഓടി രക്ഷപ്പെട്ടു. ഓടിപ്പോയവരെ എല്ലാം രചന മുരളി പുതുവൈ, ശബ്ദം വിനോദ് നായരമ്പലം, കിഷോർ മൗര്യ, ഭരതൻ, പശ്ചാത്തല സംഗീതം പ്രതാപൻ വാച്ചാക്കൽ, V50, ആലാപനം ശശിധരൻ നായരമ്പലം, V50.